ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മലപ്പുറം കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അയല ഫ്രൈ ചെയ്യുന്ന ഒരു വീഡിയോയുമായിട്ടാണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ അയല ഫ്രൈ ചെയ്യുന്നത് ഇത്ര കാണിക്കാനെന്ന് നിങ്ങളെല്ലാവരും ഒന്ന് ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതല്ല, നമ്മൾ ഈ അയല വാങ്ങുന്ന ചില സമയത്ത് നമുക്ക് കിട്ടുമ്പോൾ അതിൽ മുട്ട ഉണ്ടാവും. അങ്ങനെ മുട്ടയുള്ള അയല കിട്ടുമ്പോൾ അതിൽ ശരിക്കും മസാല പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള അയല കിട്ടുമ്പോൾ എങ്ങനെയാണ് അതിൽ മസാല പിടിപ്പിക്കുക എന്നുള്ളൊരു ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. സാധാരണ ഇങ്ങനത്തെ മുട്ടയുള്ള അയല കിട്ടുമ്പോൾ അതിൽ മസാല പിടിക്കാത്തത് കൊണ്ടൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും അതുപോലത്തെ അയല കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമ്മുടെ അയല ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉണങ്ങിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡറും ആണെങ്കിൽ ചേർത്ത് കൊടുക്കാം, നല്ലൊരു കളറൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ സാധാ മുളക് പൊടി തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലോട്ടൊരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1.5 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് പൗഡർ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കണം. ഉപ്പ് എല്ലാ പൊടികളും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് കൈ വെച്ച് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉണങ്ങിയ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ, നനക്കാൻ പാടില്ല. ഈ പൊടി നനയാൻ പാടില്ല, അതാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്. നനഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അയലയിൽ മസാല പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നനയാൻ പാടില്ല എന്ന് പറയുന്നത്. നമ്മുടെ കൈയും നനവുണ്ടാകാൻ പാടില്ല. അപ്പോൾ നല്ലപോലെ ദൈനേശം ഇതുപോലെ മുട്ടയുള്ള അയലയാണിത്. അപ്പോൾ ഇതിൻ്റെ മുട്ടൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്, അത് കറിയിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് നല്ല വരിഞ്ഞിട്ട് വെക്കണം. അതിൽ വെള്ളമൊക്കെ ഒന്ന് പോകും വേണ്ട കേട്ടോ. ഒരു 10 മിനിറ്റ് ഒരു സ്റ്റൈനറിലിട്ട് വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഈ പൊടിയിൽ ഉണ്ടാവും. അപ്പോൾ നല്ലപോലെ മസാല അതിൽ പിടിക്കും. ഇനി എങ്ങനെ തട്ടിയാലും ആ മസാല പോവില്ല. നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ തയ്യാറാക്കില്ല, അതുപോലെ തന്നെ എല്ലാ ഭാഗത്തേക്കും ആ പൊടി എത്തുന്ന രീതിയിൽ നമുക്കൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക ഈ പൊടിയിൽ. നമ്മുടെ കൈ നല്ല നനവുണ്ടാകാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അതിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിൽ ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഇതിന് ഈ പൊടി എവിടേക്കും പോവില്ല, നല്ല പൊതിഞ്ഞിരിക്കും കണ്ടോ, നല്ല പോലെ പൊതിഞ്ഞിരിക്കും. അങ്ങനെ നമുക്ക് എല്ലാ അയലകളും ഇതുപോലെ തന്നെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ മാത്രമേ പറ്റുള്ളൂ, എങ്ങനെ ചെയ്താലും അതിൽ മസാല ശരിക്കും പിടിക്കില്ല. ഈ മുട്ടയുള്ള അയല കിട്ടുകയാണെങ്കിൽ, ഇനിയിപ്പോൾ മുട്ടയില്ലാത്ത അയല ആണെങ്കിലും ഇങ്ങനെ ഫ്രൈ ചെയ്താൽ മതി, നല്ല സുഖമാണ്. ഏത് മീനായാലും ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ പറ്റും. അയലാന്ന് മാത്രമല്ല, മത്തിയായാലും ഇനിയിപ്പോൾ കഷ്ണ മീനായാലും ഈ ഒരു മസാലയിൽ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ സാധാരണ ആരും മല്ലിപ്പൊടി ചേർക്കാറില്ല, പക്ഷെ ഞാൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത്തിരി മല്ലിപ്പൊടി ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എനിക്ക് നല്ലൊരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം ഇനി അങ്ങനെ ചേർക്കാത്തവരൊന്ന് ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ഇലകളും ഇങ്ങനെ ഈ മസാലയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടൊന്ന് വെക്കാം. ഒരു അരമണിക്കൂർ ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അരമണിക്കൂറിന് ശേഷം ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ, മിനിമം അരമണിക്കൂർ കേട്ടോ. അല്ലെങ്കിൽ 2 മണിക്കൂർ വെക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, സമയം ഉണ്ടെങ്കിൽ. ഞാൻ സാധാരണ ഇങ്ങനെ രാവിലെ തന്നെ ഇങ്ങനെ ചെയ്ത് വെക്കാറാണ് പതിവ്. പിന്നെ ഒരു ഉച്ചയാവുന്ന സമയത്ത് പിന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു അരമണിക്കൂർ മുമ്പ് ഫ്രൈ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് അടച്ചു വെക്കാം. ഇനി നമുക്കിത് എപ്പോഴാണോ നമുക്ക് ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ ഫ്രൈ ചെയ്താൽ മതി. എന്തായാലും മിനിമം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം, എന്നാലും അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ മസാല പിടിക്കുള്ളൂ. ഇപ്പം എൻ്റെ ഇത് 2.5 മണിക്കൂർ തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ രാവിലെ മസാല തേച്ച് വെച്ചതായിരുന്നു. ഇപ്പോൾ ഒരു 12.5 മണിക്കാണ് ഞാനിതിപ്പോൾ ഫ്രൈ ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ നല്ല വെളിച്ചെണ്ണ ഒക്കെ ഒഴിക്കുക. അത് ചൂടാവുന്ന സമയത്ത് ഇതുപോലെ തന്നെ സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യണം കേട്ടോ. ഇത് മീനിടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലായിരിക്കണം. പിന്നെ അതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം, എന്നാലും അതിൻ്റെ ഉൾവശമൊക്കെ വേവുള്ളൂ. നമ്മൾ വലിയ പീസായിട്ടാണല്ലോ ഇത് വെച്ചിട്ടുള്ളത്, ഇത് മുറിച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ അതിന് ഫ്രൈ ചെയ്യാനൊക്കെ കുറച്ച് ഉൾവശമൊക്കെ ഒന്ന് വെന്തിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോൾ 2 ഭാഗവും ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഇനി പാനിൽ നിന്ന് മാറ്റാം. അത് കണ്ടോ, എണ്ണ ഒന്നും കുടിച്ചിട്ട് പോലും ഇല്ല, നമ്മൾ ഒഴിച്ച എണ്ണ അതുപോലെ ഉണ്ട് അതിൽ. അപ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് എണ്ണ എടുത്തിട്ട് വേറെ പാനിലോട്ട് ഒഴിക്കാം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എണ്ണ കുറച്ച് ഒഴിവാക്കിയിട്ട് ഈ സെയിം പാനിനെ വെച്ചാൽ മതി. ഞാനിപ്പോൾ ആ പാനിൽ കുറച്ച് മീനും കൂടി ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് ഞാൻ കുറച്ച് ഒരു എണ്ണ വേറൊരു പാനിലോട്ട് ഇട്ടിട്ട് അതിലോട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി, ഒരു 15 അല്ലി വെളുത്തുള്ളി ഉണ്ടായിരുന്നു, ചെറുതായതുകൊണ്ട് 15 എടുത്തിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി ചെറിയൊരു പീസേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്.
വെളുത്തുള്ളി ഒരു 12-13 ഇല്ലി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇഞ്ചിയും ചെറുതായിട്ട് കട്ട് ചെയ്യണം. നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചതച്ചിട്ട് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റ് മാറും. കട്ട് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. കറിവേപ്പില കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നീളത്ത് കട്ട് ചെയ്താൽ മതി, ചെറുതായിട്ട് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല. ഇനി നമുക്കൊന്ന് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട്, കൂടുതൽ ഉപ്പ് ഇട്ട് കൊടുക്കണ്ട, ഇത്തിരി ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കുകയാണെങ്കിൽ സവാള നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്താലും മതി. അപ്പോൾ സവാള വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു മുറി ചെറുനാരങ്ങയുടെ നീരൊന്ന് പിഴിഞ്ഞൊഴിക്കാം. നമുക്കൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ മീൻ മസാല തേക്കുന്ന സമയത്ത് സുർക്കയോ ചെറുനാരങ്ങ നീരോ ഒന്നും തേച്ചിട്ടില്ലല്ലോ. അപ്പോൾ ആ ഒരു പുളിയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രൈ ചെയ്ത മീനിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി.